ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് റിപ്പബ്ലിക് ഡേയുടെ അന്നെടുത്ത വീഡിയോ ആണ്. രാവിലെ അച്ഛനും മോളും കൂടെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിൽ കേട്ടോ. അപ്പോൾ ഷൈചേട്ടനെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ട് തലേദിവസം തന്നെ. അപ്പോൾ പാറുവിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 8:30 എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവാണ്. അവൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇന്നലെ വരെ. പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്നത്. പിന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. മിഠായിയൊക്കെ ആയിട്ട് ഫ്ലാഗൊക്കെ ഇങ്ങനെ ഡ്രസ്സിലൊക്കെ കുത്തിവെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൾ. അപ്പം അവരുടെ സ്കൂളിൽ ഇത് ഉണ്ടായിരുന്നില്ല. അവൾ ഇപ്പം നഴ്സറിയിലല്ലേ. അപ്പം സ്കൂളിലേക്കൊക്കെ ആകുമ്പോഴേക്കും അവരുടെ സ്കൂളിൽ പ്രോഗ്രാംസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഇന്ന് ഈവനിങ്ങിൽ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തംബ്നെയിലിൽ കണ്ട പോലെ ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇന്ന്. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ചുമ്മാ ചെന്നൈയിൽ തന്നെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതല്ലാതെ ഞങ്ങൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും സമാജത്തിലൊക്കെ കൂടാറുണ്ട്. അപ്പോൾ അതല്ലാതെ ഞങ്ങൾ പോകുന്നത് പുറത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. ഗുരുവായൂർ ഡാൻസിന് വേണ്ടിയിട്ട്, അതായത് തിരുവാതിരയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അതല്ലാതെ ഞങ്ങൾ പോകുന്നത് ആദ്യമായിട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൈലാപ്പൂരാണ്. നമ്മുടെ ചെന്നൈ ലോക്കൽ മെട്രോയിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങളിതാ മെട്രോയിൽ കയറി ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. വിശേഷങ്ങളായിരുന്നു എല്ലാവരും. അപ്പോൾ ആ യാത്ര നല്ലൊരു യാത്രയായിരുന്നു. വളരെ കുറച്ച് സമയത്തിൽ തന്നെ നമുക്ക് മൈലാപ്പൂർ എത്താം കേട്ടോ. അല്ലെങ്കിൽ കാറിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ എന്തായാലും ആവും. വെള്ളാശ്ശേരിയിൽ നിന്നാണെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും ആവും. പക്ഷേ ഈസി ആയിട്ട് നമ്മളൊരു ഒരു 15-20 മിനിറ്റ്സിൽ നമ്മൾ എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൽ കയറി തൊഴുതു ആദ്യമേ തന്നെ, കപാലീശ്വര ടെമ്പിളിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കറക്കമൊക്കെ. ഇവിടെ ഈ ടെമ്പിളിനോട് ചേർന്നിട്ട് കുറേ സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ ചെന്നൈയുടെ ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് തന്നെ പറയാം ഈ മൈലാപ്പൂർ. അപ്പോൾ ഇത് ചെന്നൈ മറീന ബീച്ചിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഈ അമ്പലവും ഈ സ്ട്രീറ്റ്സും ഒക്കെ ചെന്നൈ വൈബ് ശരിക്കും നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് ശരിക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കാണുന്നതെല്ലാം പുതിയ 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 ഫ്രെയിംസാണ്, മൊത്തം കാഴ്ചകൾ. ഇങ്ങനെയൊക്കെ നിരത്തി വെച്ചേക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. കടകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതിൽ ഒരു വെറൈറ്റി ചില കടകളിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോവുമല്ലോ. അതുപോലെയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളിലേക്കാളും കൂടുതൽ അറിയാത്ത കാര്യങ്ങളായിരുന്നു ഇവിടെ. നമ്മൾ കാണാത്ത തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. മഞ്ഞളൊക്കെയാണ് കേട്ടോ കുറേ ഇരിക്കുന്നത്. മഞ്ഞളൊക്കെ ഇവിടെ ഒരുപാട് പച്ചമഞ്ഞളൊക്കെ ഉപയോഗിക്കും. പിന്നെ ഒരുപാട് ബീൻസ്, ഇത് പൊളിച്ചു വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഈ സമയത്ത് ഇവിടെ കിട്ടുന്നതാണ്. എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് ഒരു തരം സൂപ്പ് ഉണ്ടാക്കുന്ന, കിഴങ്ങ് വെച്ചിട്ടുള്ള സൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. മുടവാട്ടു കിഴങ്ങെന്നാണ് അവിടെ എഴുതിയേക്കണേ. മുടവാട്ടുകാൽ കിഴങ്ങെന്ന് തമിഴിൽ പറയുന്നത്. നമ്മുടെ അവിടെയും വാട്ടുകാൽ കിഴങ്ങെന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത്. ഇത് സൂപ്പ് ഉണ്ടാക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സന്ധിവാതത്തിനും പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ സൂപ്പ് നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. അപ്പം ഞങ്ങൾ ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ള അറിയില്ലല്ലോ. പക്ഷേ വാങ്ങിച്ചപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചുള്ളൂ. 35 റുപ്പീസായിരുന്നു ഒരെണ്ണത്തിന്. നല്ലതായിരുന്നു കേട്ടോ. ഒരു തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മൾ മുളകാ സൂപ്പ് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു മസാലയോട് സാമ്യമുള്ളൊരു ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ട്രൈ ചെയ്യണമെങ്കിൽ ഒരുപാടുണ്ട്. കുറേ ഫിൽറ്റർ കോഫി ഷോപ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്നാക്സിൻ്റെ ഷോപ്സ് ഉണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഗീത കോഫി എന്ന് പറഞ്ഞൊരു കോഫി പൗഡറിൻ്റെ ഷോപ്പിലേക്ക് പോയി. ഇത് അത്യാവശ്യം ഒരു പഴയ ഷോപ്പാണ്. ഒരു 42 വർഷം എന്തോ ആയിട്ട് നടത്തുന്ന ഒരു കടയാണത്. അപ്പോൾ ഇവിടുത്തെ കോഫി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ കോഫി ഭയങ്കര കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അറിയാമല്ലോ, തമിഴ് ഫിൽറ്റർ കോഫി. ഇത് ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ ബെസ്റ്റ് കോഫിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് രശ്മി ഇവിടുന്ന്
കോഫി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആൾ വാങ്ങിച്ചപ്പോൾ ഞാനും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഇത് ഏത് പ്രപ്പോർഷനിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തരും അവർ. അപ്പോൾ ഇതൊരു മീഡിയത്തിലാണ് വാങ്ങിച്ചത്, ചിക്കറി ആഡ് ചെയ്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഓൾഡ് റെസ്റ്റോറൻ്റാണ് കർപ്പഗാമ്പാൾ റെസ്റ്റോറൻറ്റ്. എന്തോ കുറേ വർഷം പഴക്കമുള്ളതാണ്, 953 അങ്ങനെ എന്തോ സ്റ്റാർട്ട് ചെയ്തതാണത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു അമ്പലത്തിലേക്ക് കയറുന്ന ഫീലായിരുന്നു. അത്രയ്ക്കും ഒരു ടെമ്പിൾ വൈബ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. കാരണം അതുപോലെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ആ ഭിത്തികളിൽ മൊത്തമായിട്ട് ദൈവങ്ങളുടെ ഫോട്ടോസ്. അത് കർപ്പകാമ്പാളും കപാലീശ്വരനുമാണ്. നമ്മളിപ്പോൾ കയറിയ അമ്പലത്തിലെ ആണ് കർപ്പകാമ്പാളും കപാലീശ്വരനും. അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് മൊത്തം. പിന്നെ ഫുഡ് അറിയാമല്ലോ, നല്ല വെജിറ്റേറിയൻ ഫുഡാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇവിടെ. സാധാരണ കടനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം, ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ദോശ, ഇടിയപ്പം, ഓണിയൻ ഉത്തപ്പം ഒക്കെയാണ് കേട്ടോ പറഞ്ഞത്. അതിൽ ഈ ഇടിയപ്പം നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുറുമ അടിപൊളിയായിരുന്നു. ദോശയും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചട്നിയാണ്, തേങ്ങ ചട്നിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഉത്തപ്പം കുറച്ച് കട്ടിയായിരുന്നു. സാധാരണ ദോശമാവും കൊണ്ടല്ല അവരുണ്ടാക്കിയിരിക്കുന്നത്, കുറച്ചുകൂടെ കട്ടി കൂടിയ ഒരു മാവായിരുന്നു. അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചട്നി രണ്ടും, ഈ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും വൈറ്റ് ചട്നിയും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, ഇവിടുത്തെ ഫിൽറ്റർ കോഫി അടിപൊളി കോഫിയായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ കോഫി പല ഷോപ്പിൽ നിന്നും കുടിക്കുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ. ഒരു ഒത്തൻറ്റിക് ടേസ്റ്റിലുള്ള നല്ലൊരു ഫിൽറ്റർ കോഫിയായിരുന്നു. ഞങ്ങളൊരു മീഡിയം ഒക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വന്നു. ഇവിടെ ഒരുപാട് അങ്ങനത്തെ വള, മാല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. വള, മാല മാത്രമല്ല, കുറേ സാധനങ്ങളുടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുടെയൊക്കെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഗാന സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ലേഡീസ് സ്റ്റോഴ്സിലേക്ക് വന്നു. ഇവിടുത്തെ കമ്മലുകളുടെ കളക്ഷൻ കണ്ട് ഞാൻ തന്നെ ഒന്ന് കിടുങ്ങിപ്പോയിട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഞാൻ സാധാരണ എറണാകുളത്ത് വരുമ്പോഴാണ് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറ്. എനിക്ക് ഇവിടുത്തെ വലിയ കടകളൊന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അത്രയും നല്ല കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ട്രെയിൻ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വെയിറ്റ് ചെയ്ത് നിന്നു. ട്രെയിൻ അപ്പം തന്നെ വന്നോട്ടെ, ഞങ്ങൾ വന്ന കറക്റ്റ് സമയത്തായിരുന്നു. അങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ഒക്കെ സമ്മാനിച്ചിട്ട് അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ബൈ.